शांति 5-4-70 മുരളിയുടെ സാരം സർവ പോയിൻ്റ് കാ സാർ പോയിൻ്റ് ബനോ. എല്ലാ പോയിൻ്റുകളുടെയും സാരം പോയിൻ്റാകും, അർത്ഥം ബിന്ദുവാകും. अभी सुनना चाहते हो व संपूर्ण बनने चाहते हो. ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത് അതോ സമ്പൂർണ്ണമാകാനാണോ ആഗ്രഹിക്കുന്നത്? സമ്പൂർണ്ണ ബന്നെ കെ ബാദ് സുനന ഹോത്താ ഹോങ്ക. സമ്പൂർണ്ണമായതിന് ശേഷം കേൾക്കേണ്ടി വരുമോ? पहले है सुनना फिर है സമ്പൂർണ്ണ ബൻ ജാന. ആദ്യം കേൾക്കുക, പിന്നീട് സമ്പൂർണ്ണമായി തീരുക. അപ്പം ബാബ പറയണം, അത് ആദ്യം കേൾക്കണം, പിന്നീടാണ് സമ്പൂർണ്ണമാകുന്നത്. സമ്പൂർണ്ണമായതിന് ശേഷം പിന്നെ കേൾക്കേണ്ടി വരികയില്ലല്ലോ. इतनी सभी पॉइंट सुनी है, उन सभी पॉइंट का स्वरूप क्या है जो बनना है. ഇത്രയും എല്ലാം പോയിൻ്റ് കേട്ടല്ലോ, ആ എല്ലാ പോയിൻറ്റിൻ്റെയും സ്വരൂപം എന്താണ്? അതായത് എന്താണ് ആകേണ്ടത്? ഈ കേൾക്കുന്ന ഓരോ പോയിൻറ്റും അതിൻ്റെ സ്വരൂപമാണല്ലോ ആകേണ്ടത്. സ്വന്തം രൂപം അങ്ങനെയായി തീരണം. അപ്പം ബാബ ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാ പോയിൻറ്റിൻ്റെയും സാരം എന്താണ്? സർവ സുനേ ഹുയേ പോയിൻ്റ് കാ സ്വരൂപ് ക്യാ ബനനാ ഹൈ. കേട്ടിട്ടുള്ള സർവ പോയിൻറ്റ്സിൻ്റെയും സ്വരൂപം എന്തായിത്തീരണം? സർവ പോയിൻ്റ് കാ സാർ വ സ്വരൂപ് പോയിൻ്റ് ഹി ബന്നായി. സർവ പോയിൻറ്റ്സിൻ്റെയും സാരം അഥവാ സ്വരൂപം പോയിൻ്റാകുക എന്നുള്ളതാണ്. എല്ലാ പോയിൻറ്റ്സിൻ്റെയും സ്വരൂപം അഥവാ സാരം പോയിൻ്റായി തീരുക, ബിന്ദു രൂപമായി തീരുക, അതാണ് സാരം. സർവ പോയിൻ്റ് കാ സാർ भी പോയിൻ്റ് में आता है तो പോയിൻ്റ് രൂപ बनना है. സർവ പോയിൻറ്റിൻ്റെയും സാരം അത് പോയിൻറ്റിലാണ് വരുന്നത്. പിന്നെ ആകേണ്ടതും പോയിൻ്റ് രൂപം തന്നെയാണ്. അപ്പോൾ സാരവും പോയിൻ്റ് ആകുക എന്നുള്ളതാണ്. ആയി തീരേണ്ടതും പോയിൻ്റ് രൂപമാണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. പോയിൻ്റ് അതി സൂക്ഷ്മ ഹോത്താ ഹൈ ജിസ്മേ സബി സമായാ ഹുവാ ഹൈ. പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ്, അതിലാണ് മുഴുവൻ സാരവും അടങ്ങിയിരിക്കുന്നത്. ഈ സമയ മുഖ്യ പുരുഷാർത്ഥ് കോൺസാ ചൽ രഹാ ഹൈ. ഈ സമയത്ത് മുഖ്യമായിട്ടുള്ള പുരുഷാർത്ഥം ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാബ. ഏതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരുഷാർത്ഥം മുഖ്യമായിട്ടുള്ളത്? അഭി പുരുഷാർത്ഥ ഹേ വിസ്താർ കോ സമാനേക. ഇപ്പോഴത്തെ പുരുഷാർത്ഥം വിസ്താരത്തെ ഒതുക്കുക എന്നുള്ളതാണ്, ഉള്ളിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്, സമാനം. जिसको विस्तार को समाने का तरीका आ जाता है वही बाप दादा के समान बन जाता है. ആർക്കാണോ വിസ്താരത്തെ ഒതുക്കുന്നതിനുള്ള രീതി അറിയാവുന്നത്, അത് ഉൾക്കൊള്ളുന്നതിനുള്ള രീതി അറിയാവുന്നത്, അവർ ബാപ്ദാദയ്ക്ക് സമാനമായി തീരും. പഹലെ ഭി സുനായാ ഥാ ന कि समाना और समेटना है. बाप दादा का अपने से साक्षात्कार कराने के लिए क्या बनना पड़ेगा? ബാപ്ദാദയുടെ സാക്ഷാത്കാരം തന്നിലൂടെ ചെയ്യിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ബാബയുടെ സാക്ഷാത്കാരം നമ്മളിലൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ബാബ ചോദിക്കുന്നത്. കോയി ഭി ചീസ് കാ സാക്ഷാത്കാർ കിസ്മേ ഹോത്താ ഹൈ. ഏതൊരു വസ്തുവിൻ്റെയും സാക്ഷാത്കാരം ഏതിലാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദർപ്പൺ മേ, കണ്ണാടിയിലൂടെയാണ്. तो अपने को दर्पण बनाना पड़ेगा. അപ്പോൾ സ്വയം തന്നെ കണ്ണാടിയാക്കേണ്ടി വരും. दर्पण तब बनेंगे जब संपूर्ण अर्पण होंगे.
കണ്ണാടി അപ്പോഴേ ആകുകയുള്ളൂ എപ്പോഴാണോ സമ്പൂർണമായിട്ടും അർപ്പണമാകുന്നത്. संपूर्ण अर्पण तो श्रेष्ठ दर्पण जिस दर्पण में स्पष्ट साक्षात्कार होता है. അപ്പോൾ ബാബു പറയാണ് സമ്പൂർണമായിട്ടുള്ള അർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠ ദർപ്പണമാണ്, ശ്രേഷ്ഠമായിട്ടുള്ള കണ്ണാടിയാണ്. ആ ദർപ്പണത്തിൽ സ്പഷ്ടമായിട്ടുള്ള സാക്ഷാത്കാരം ഉണ്ടാകും. അപ്പോൾ സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചോദ്യമാണ് നമ്മളിലൂടെ. ബാബയുടെ സാക്ഷാത്കാരം എങ്ങനെയുണ്ടാകും? അപ്പം ബാബ പറയുകയാണ്, എത്ര നല്ല രീതിയിലാണോ നമ്മൾ അർപ്പണം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഒരു ശ്രേഷ്ഠ ദർപ്പണമായി തീരും. ആ ദർപ്പണത്തിലൂടെ ബാബയുടെ സാക്ഷാത്കാരം ഉണ്ടാവും. अगर यथायोग्य यथाशक्ति अर्पण है तो दर्पण भी यथायोग्य यथाशक्ति है. ഇനി അഥവാ യഥായോഗ്യ യഥാശക്തിയാണ് അർപ്പണം ചെയ്യുന്നതെങ്കിൽ കണ്ണാടിയും അതേപോലെ തന്നെ യഥായോഗ്യം യഥാശക്തിയായിരിക്കും. संपूर्ण अर्पण अर्थात स्वयं के भान से भी अर्पण. സമ്പൂർണ്ണ അർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തൻ്റെ ബോധത്തിൽ നിന്നും കൂടി അർപ്പണം ചെയ്യണം. അതിനെയാണ് ശരിക്കും സമ്പൂർണ്ണ അർപ്പണം എന്ന് പറയുന്നത്. അപ്പനേക്കു ക്യാ സമജ്നാ ഹൈ, സ്വയം തന്നെ എന്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. विशेष कुमारी का कर्तव्य यही है जो सभी बाप दादा का साक्षात्कार कराए. വിശേഷിച്ചും കുമാരിമാരുടെ കർത്തവ്യം ഇതാണ്. അതായത് ബാബ്ദാദയുടെ സാക്ഷാത്കാരം ചെയ്യിക്കണം. ബാബ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അവരവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അതുതന്നെയാണ് കുമാരിമാർ ചെയ്യേണ്ട വിശേഷ കർത്തവ്യം എന്ന് ബാബ പറയുകയാണ്. सिर्फ वाणी से नहीं लेकिन अपनी सूरत से. വെറും ശബ്ദത്തിലൂടെ മാത്രമല്ല, തൻ്റെ മുഖത്തിലൂടെ. जो बाप में विशेषताएं थी साकार में वे अपने में लानी है. यह है विशेष ഗ്രൂപ്പ്. അപ്പോൾ ബാബു പറയാണ്, എന്തെല്ലാമാണോ ബാബയിൽ വിശേഷതയുണ്ടായിരുന്നത് സാകാരത്തിൽ, ആ എല്ലാ വിശേഷതകളും കുട്ടികൾ സ്വയം തന്നിൽ കൊണ്ടുവരണം. ഇത് വിശേഷ ഗ്രൂപ്പാണല്ലോ, ബാബയുടെ മുന്നിലിരിക്കുന്ന വിശേഷ ഗ്രൂപ്പാണ്. പ്രത്യേകിച്ചും കുമാരിമാരും കൂടി ഉള്ളതുകൊണ്ട് ബാബ എടുത്ത് അങ്ങനെ പറയുകയാണ്, കുട്ടികളുടെ മുഖത്തിലൂടെ ബാബ്ദാദയുടെ പ്രത്യക്ഷത ലോകത്തിന് കാണിച്ചു കൊടുക്കണം. तो इस ग्रुप को भी समान अल्लाह बनना है. ഈ ഇരിക്കുന്ന ഗ്രൂപ്പ് ഈശ്വരന് സമാനമാകണം, അള്ളാഹുവിന് സമാനമാകണം എന്ന് ബാബ പറയുകയാണ്. ऐसे करके दिखाना जैसे मस्तिष्क में यह तिलक चमकता है, ऐसे सृष्टि में स्वयं को चमकाना है. ബാബു പറയണ അങ്ങനെ ചെയ്ത് കാണിക്കണം, ഏതുപോലെ മസ്തിഷ്കത്തിൽ ഈ തിലകം തിളങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ സൃഷ്ടിയിൽ സ്വയം തന്നെ അങ്ങനെ തിളക്കമുള്ളതാക്കി തീർക്കണം. മസ്തിഷ്കത്തിൽ തിലകം തിളങ്ങുന്നത് പോലെ ഈ ലോകത്ത് സ്വയം അങ്ങനെ തിളക്കമുള്ളതായി തീരണം എന്ന് കുട്ടികളോട് ബാബ ആവശ്യപ്പെടുകയാണ്. ഐസ ലക്ഷ്യരക്കനായി, ലക്ഷ്യം എപ്പോഴും അങ്ങനെ വയ്ക്കണം. സർവീസ് മേ സഹയോഗി ഹോനെ കെ കാരൺ ബാപ്ദാദാ കാ വിശേഷ സ്നേഹ് ഭി ഹൈ. സേവനത്തിൽ സഹയോഗിയായത് കാരണം ബാപ്ദാദയുടെ വിശേഷ സ്നേഹമുണ്ട്. സഹयोग और स्नेह के साथ अभी शक्ति भरनी है. സഹയോഗവും സ്നേഹത്തോടൊപ്പം ഇപ്പോൾ ശക്തി നിറയ്ക്കണം. അഭിശക്തി രൂപബന്നായി, ഇപ്പോൾ ശക്തി രൂപമാകണം. അപ്പോൾ ബാബയുടെ സേവനം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ബാബയ്ക്ക് നല്ല സ്നേഹമാണ്. അപ്പോൾ സഹയോഗം കൊണ്ട് സ്നേഹം കൊണ്ട് ഇനി വേണ്ടത് ശക്തിയാണ് എന്ന് ബാബ പറയുകയാണ്. ശക്തിയോ മേ ഭി വിശേഷ് കോൻസി ശക്തി ഭർണി. ശക്തികളും പലതുണ്ടല്ലോ, ആ ശക്തികളിൽ വെച്ച് ഏത് ശക്തിയാണ് വിശേഷിച്ച് തന്നിൽ നിറയ്ക്കേണ്ടത്. അഭിശക്തി രൂപ ബന്ന ഹേ. ബാബറിന് വിശേഷ ശക്തി നിറയ്ക്കേണ്ടത് സഹനശക്തി. സഹനശക്തിയാണ് കുട്ടികൾ നിറയ്ക്കേണ്ടത്. ജിസ്മേ സഹനശക്തി കം ഉസ്മേ സമ്പൂർണത ഭി കം. ആരിലാണോ സഹനശക്തി കുറവുള്ളത് അവരുടെ സമ്പൂർണതയും കുറയും എന്ന് ബാബ പറയുകയാണ്. विशेष इस शक्ति को धारण करके शक्ति स्वरूप बन जाना है. വിശേഷിച്ചും ഈ ശക്തിയെ ധാരണ ചെയ്ത് ശക്തി സ്വരൂപമായി തീരണം.
तृप्त आत्मा जो होती हैं उनका विशेष गुण है നിർഭേദ और സന്തുഷ്ട രഹന. തൃപ്ത ആത്മാക്കൾ ആരാണോ ഉള്ളത് അവരുടെ വിശേഷ ഗുണമാണ് നിർഭേദയും അതേപോലെ സന്തുഷ്ടമായിട്ടിരിക്കുക. നിർഭേദയും സന്തുഷ്ടമായിട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തൃപ്തരായ ആത്മാക്കളുടെ വിശേഷതകളാണ്. जो स्वयं संतुष्ट रहता है और दूसरों को संतुष्ट रखता है उसमें सर्वगुण आ जाते हैं. ആരാണോ സ്വയം സന്തുഷ്ടരായിട്ടിരിക്കുന്നത് മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുന്നത് അവരിൽ സർവഗുണവും വരും. जितना जितना शक्ति स्वरूप होंगे तो कमजोरी सामने रह नहीं सकती. അപ്പോൾ എത്രമാത്രം സ്വയം ശക്തിരൂപമാകുന്നു അത്രയും കുറവുകൾ മുന്നിൽ നിൽക്കുകയില്ല. കുറവുകളില്ലാതാവും ശക്തി സ്വരൂപമാകുന്നതിനനുസരിച്ച്. തോ ശക്തി രൂപ ബൻകർ ജാന. അപ്പോൾ ബാബയുടെ അടുത്ത് നിന്ന് കുട്ടികൾ തിരിച്ചു പോകുമ്പോൾ ശക്തി രൂപമായിട്ട് വേണം പോകാൻ. ശക്തി രൂപമായി തീരുമ്പോൾ ശക്തിഹീനതകൾ പിന്നെ തങ്ങുകയില്ല, ഉണ്ടാകുകയില്ല, മുന്നിൽ വരില്ല എന്ന് ബാബ പറയുകയാണ്. ब्रह्मा कुमारी भी नहीं, कुमारी रूप में कहाँ कहाँ कमजोरी आ जाती है. ബ്രഹ്മ കുമാരിയുമല്ല, കുമാരി എന്നുള്ള രൂപത്തിൽ ചിലപ്പോഴൊക്കെ തൻ്റെ കുറവുകൾ വരാറുണ്ട്, ശക്തിഹീനതകൾ വരും. ശക്തി രൂപമേ സംഹാർക്കി ശക്തി ഹേ. ശക്തി രൂപത്തിൽ പിന്നെ സംഹരിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. ശക്തി സദൈവ് വിജയി ഹേ. ശക്തി എപ്പോഴും വിജയിയാണ്. ശക്തിയോं के गले में सदैव विजय की माला होती है. ശക്തികളുടെ കഴുത്തിൽ എപ്പോഴും വിജയത്തിൻ്റെ മാലയാണുള്ളത്. ശക്തി രൂപ की विस्मृति से विजय भी दूर हो जाती है. ശക്തി സ്വരൂപമാണെന്നുള്ളത് മറക്കുമ്പോൾ വിജയവും അകന്നു പോകും. इसलिए सदा अपने को शक्ति समझना. അതുകൊണ്ട് എപ്പോഴും സ്വയം ഞാൻ ശക്തിയാണെന്ന് മനസ്സിലാക്കണം. ശക്തിയാണെന്നുള്ളത് മറന്നു കഴിഞ്ഞാൽ വിജയം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ബാബ പറയുന്നത്, എപ്പോഴും സ്വയം ഞാൻ ശക്തിയാണെന്നുള്ള ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും. ബച്ചേ ബാപ്സെ ബഡേ ജാദൂഗർ. കുട്ടികൾ ബാബയേക്കാൾ വലിയ ജാലവിദ്യക്കാരാണെന്നാണ് പറയുന്നത്. ബാപ്സെ ബഡേ ജാദൂഗർ ഇസ്ലിയെ ഹേ ജോ ബാപ് കോ ജോ ബനാനെ ചാഹത്തെ വഹ് ബനാ സക്തേ ഹേ. ഏറ്റവും വലിയ ജാലവിദ്യക്കാരാണ് കുട്ടികളെന്ന് ബാബ പറയാൻ കാരണം ബാബയെ എങ്ങനെയാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു അതേപോലെ ആക്കാൻ കഴിയുന്നുണ്ടെന്ന് കുട്ടികൾക്ക്. बाप के लिए तो गायन है कि जो चाहे सो बना सकते, लेकिन भगवान को जो चाहे सो बना सकते वह कौन. അപ്പം ഭഗവാനെക്കുറിച്ച് ബാബയെക്കുറിച്ച് ഇങ്ങനെ മഹിമയുണ്ടെന്ന്, ബാബ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ആക്കി തീർക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഭഗവാനെ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് ആർക്കാക്കാൻ കഴിയും? ബച്ചി. കുട്ടികൾക്ക് അങ്ങനെ ബാബയെ ആഗ്രഹിക്കുന്ന രീതിയിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് കുട്ടികൾ വലിയ ജാലവിദ്യക്കാരാണെന്ന് ബാബ പറയുന്നത്. അവ്യക്ത് ഹോത്തെ ഭി വ്യക്ത് മേ ലാത്തെ യഹ് ജാദൂഗിരി കഹേ. ബാബ അവ്യക്തമാണ്, ഈ ദേഹത്തിൽ നിന്നേ പോയി, അവ്യക്തമാണ്. ആ അവ്യക്തമായ ബാബയെ വ്യക്തത്തിൽ കൊണ്ടുവരികയല്ലേ, അപ്പോൾ ഇത് ജാദൂഗിരി തന്നെയല്ലേ, ജാലവിദ്യയല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. अव्यक्त होने के दिन नज़दीक है तब तो अव्यक्त की लिफ्ट मिली है. അവ്യക്തമാകുന്നതിനുള്ള ദിവസങ്ങൾ സമീപമാണ്, അതുകൊണ്ടാണ് അവ്യക്തത്തിൻ്റെ ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ജ്ഞാനമൂർത്ത് और യാദമൂർത്ത് दोनों में समान बनना है. ബാബ പറയാണ് കുട്ടികൾ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും മൂർത്തായി തീരണം, രണ്ടും സമാനമാകണം. ജ്ഞാനം മാത്രം പോരാ, യോഗം മാത്രം പോരാ, രണ്ടിൻ്റെയും സമാനത വേണം. ജബ് ചാഹേ തബ് ജ്ഞാനമൂർത്ത്, ജബ് ചാഹേ തബ് യാദമൂർത്ത് ബനെ. എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂർത്താകണം, എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ ഓർമ്മയുടെ മൂർത്തായി തീരണം. जितना जो खुद याद मूर्त रहता है उतना ही वह औरों को बाप की याद दिला सकते हैं. ആര് എത്രമാത്രം സ്വയം ഓർമ്മയുടെ മൂർത്തായിട്ടിരിക്കുന്നു അത്രയും അവർക്ക് മറ്റുള്ളവരെയും ബാബയെ ഓർമ്മിപ്പിക്കാൻ കഴിയും. സ്വയം ഓർത്താലല്ലേ ബാക്കിയുള്ളവരെ ഓർമ്മിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ബാബ പറയുന്നത്. യാദ് മൂർത്ത് ബൻ സഭീക്കോ യാദ് ദിലാന ഹെ. ഓർമ്മയുടെ മൂർത്തിയാകണം നമ്മൾ,
എന്നിട്ട് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കണം. समय का इंतज़ार करते हो या समय तुम्हारा इंतज़ार करता है. समय के लिए अपने को इंतज़ार नहीं करना है. അപ്പം ബാബ ചോദിക്കുകയാണ്, സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ അതോ സമയം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. സമയത്തിന് വേണ്ടി സ്വയം നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. സമയത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാകുകയാണ് വേണ്ടത് എന്ന് ബാബ പറയുകയാണ്. अपने को सदैव ऐसे ही एवर रेडी रखना है जो कभी भी समय आ जाए. സ്വയം തന്നെ എപ്പോഴും അങ്ങനെ എവർ റെഡിയാക്കി വെക്കണം. ഏത് സമയത്തും സമയം വന്നോട്ടെ, നമ്മളെപ്പോഴും റെഡിയായിരിക്കണം. അല്ലാതെ സമയം വരുമ്പോൾ റെഡിയാകുക, അങ്ങനെ കാത്തിരിക്കരുത് എന്ന് ബാബ പറയുകയാണ്. इंतज़ार को ख़त्म करके इंतज़ाम रखना है. ഈ വെയിറ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇല്ലാതാക്കിയിട്ട് സ്വയം തയ്യാറായി റെഡിയായിട്ടിരിക്കണം. സ്വയം ഒരു വ്യവസ്ഥ ചെയ്യുക വേണ്ടത്. जब अपना इंतज़ाम पूरा होता है फिर इंतज़ार करने की आवश्यकता नहीं रहती. എപ്പോഴാണോ തൻ്റെ വ്യവസ്ഥ പൂർത്തിയായി കഴിയുന്നത് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബാബ പറയുകയാണ്. ഉസ്കോ ഹി കഹാ ജാത്താ ഹെ എവർ റെഡി. അതിനെയാണ് പറയുന്നത് എവർ റെഡി എന്ന്. സബുമേ എവർ റെഡി, എല്ലാ കാര്യങ്ങളിലും എവർ റെഡി ആയിരിക്കണം. സിർഫ് സർവീസ് മേ നഹി പുരുഷാർത്ഥമേ ഭി എവർ റെഡി. വെറും സേവനത്തിൽ മാത്രമല്ല എവർ റെഡി, പുരുഷാർത്ഥത്തിൽ എവർ റെഡി ആയിരിക്കണം. സംസ്കാരവും കോ സമീപ് കർണേമേ ഭി എവർ റെഡി. സംസ്കാരത്തെ സമീപം കൊണ്ടുവരുന്നതിലും എവർ റെഡി ആയിരിക്കണം. എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ എവർ റെഡി ആയിരിക്കണം. എന്നാലല്ലേ സമയത്ത് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ സമയം വരുമ്പോൾ റെഡിയാകാൻ അങ്ങനെ ഇരിക്കരുത് എന്ന് ബാബ പറയുകയാണ്. विशेष स्नेह है इसलिए विशेष बनाने की बातें चल रही हैं. ബാബയ്ക്ക് കുട്ടികളോട് വിശേഷിച്ച് സ്നേഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് വിശേഷമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ബാബ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. वृक्ष में जो पीछे पीछे फूल और पत्ते लगे हैं वे कैसे होते हैं. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, വൃക്ഷത്തിൽ ഈ അവസാനം വരുന്ന പുഷ്പങ്ങളും ഇലകളും ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? पहले वाले पुराने होते हैं और पीछे वाले बड़े सुंदर होते हैं. അപ്പോൾ ബാബാൻ്റെ സാധാരണ വൃക്ഷത്തിലും അങ്ങനെയാണല്ലോ. അതായത് അവസാനം വരുന്ന ഇലകളും പുഷ്പങ്ങളും ഒക്കെ വളരെ സുന്ദരമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പഴയവരെല്ലാം ആദ്യം വന്നവരൊക്കെ പഴയതായി, പിന്നീട് വന്നവരൊക്കെ വളരെ സുന്ദരമാണ് എന്ന് പറയുകയാണ്. तो यह भी पीछे आए हैं लेकिन प्यारे बहुत है. ഇവരും പിന്നീടാണ് വന്നതെങ്കിലും വളരെ പ്രിയമാണ് കുട്ടികൾ എന്ന് ബാബ പറയുകയാണ്. പീച്ചെ വാലെ നരം ബഹുത്ത് ഹെ. അവസാനം വന്നിട്ടുള്ള കുട്ടികൾ വളരെ സോഫ്റ്റ് നേച്ചറാണെന്നാണ് പറയുന്നത്, വിനയമുള്ള കുട്ടികളാണെന്ന്. യഹം നരമേ ക്യാ ഹെ. ബാബ ഇവിടെ നരം സോഫ്റ്റാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് അർത്ഥം? ജിത്തന നരം ഉത്തന ഗരം. ബാബൻ എത്രമാത്രം സോഫ്റ്റാണോ അത്രയും തന്നെ ശക്തിയും വേണോ, ചൂടും വേണമെന്നാണ് പറയുന്നത്. अगर सिर्फ नरम होंगे तो कोई छीन भी लेगा. അങ്ങനെയങ്ങ് സോഫ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കൊള്ളയടിച്ചുകൊണ്ടും പോകുന്നു, എടുത്തുകൊണ്ടും പോകുന്നു. കോമൾ ബന്നേക്ക് സാത്ത് കമാൽ കർണി. കോമളമാകുന്നതിനോടൊപ്പം അത്ഭുതവും ചെയ്യണം. കോമളത और कमाल दोनों ही संग होने से कमाल कर दिखाते हैं. കോമളതയും അതേപോലെ കമാൽ അത്ഭുതവും രണ്ടും കൂടി ചേരുന്നതിലൂടെ വളരെയധികം അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കാൻ കഴിയും. ये सारा ഗ്രൂപ്പ് കമാൽ കർക്കെ ദിഖാനെ വാലേ. ബാബയ്ക്ക് അത്ഭുതം ചെയ്ത് കാണിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഇഷ്ടം. അപ്പോൾ ബാബയുടെ മുന്നിലിരിക്കുന്ന ഗ്രൂപ്പ് വളരെ അത്ഭുതം ചെയ്ത് കാണിക്കുന്നവരാണെന്നാണ് ബാബ പറയുന്നത്. കാരണം കുട്ടികൾ അവസാനമൊക്കെയാണ് വന്നതെങ്കിൽ തന്നെയും വളരെ സോഫ്റ്റ് നേച്ചറാണെന്നാണ് ബാബ പറയുന്നത്. വളരെ വിനയമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ബാബയുടെ വിനയം മാത്രം പോരാ, കുറച്ച് ചൂടുമൊക്കെ വേണമെന്ന്. ചൂടെന്ന് പറഞ്ഞാൽ ശക്തി വേണമെന്ന്. ശക്തിയില്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളെ കൊണ്ടുപോയി കളയുമെന്ന്. അപ്പോൾ ശക്തിയുള്ള കുട്ടികൾ, അതായത് രണ്ടും വേണമെന്ന്, കോമളതയും വേണം, അതേപോലെ തന്നെ കമാൽ അത്ഭുതവും ചെയ്യണം എന്ന് പറയുകയാണ്. ഐസാ ലക്ഷ്യ രഖ്നാ ഹെ ജോ കോയി കമാൽ കർക്കെ ദിഖായ്. കമാൽ ചെയ്ത് കാണിക്കണം, അങ്ങനെയുള്ള ലക്ഷ്യമാണ് വെക്കേണ്ടത്. തബ് കഹേങ്കെ ബഡെ. അപ്പോഴാണ് പറയുന്നത് വലുതാണ്, ഉയർന്നവരാണ്. ബഡേ ഹെ ലേക്കിൻ ഛോട്ടെ സമാനല്ല.
അവരാണ് വലിയവരെന്നും വലിയവർ തന്നെയാണ്. എന്നാൽ ചെറിയവർ അള്ളാഹുവിന് സമാനമാണ്, ഈശ്വരന് സമാനമാണ്. ജൈസ ജൈസ കർമ്മ കരേങ്കെ വൈസ നാം പടേക. എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പേരും കിട്ടുമെന്ന്. അഗർ ശ്രേഷ്ഠ കാം കരേങ്കെ തോ നാം പടേക ശ്രേഷ്ഠ മണി. നല്ല ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം ചെയ്യുകയാണെങ്കിൽ പേര് ശ്രേഷ്ഠമണി എന്ന് വരും എന്ന് ബാബ പറയുകയാണ്. കാരണം മണിയാണല്ലോ കർമ്മം ചെയ്യുന്നത്, ആത്മാവ് കർമ്മം ചെയ്യുകയാണ്. അപ്പോൾ നല്ല ടൈറ്റിൽ കിട്ടും ശ്രേഷ്ഠമണി എന്ന്. ശ്രേഷ്ഠ മണിക്കു സർവകാര്യ ശ്രേഷ്ഠ കർണേപ്പെടുത്തേ. ശ്രേഷ്ഠമായ മണികൾക്ക് സർവ്വകാര്യങ്ങൾ ശ്രേഷ്ഠമായി തന്നെ ചെയ്യേണ്ടി വരും. മൻ വാണി കർമ്മസേ സരളത ഔർ സഹനശീലത. മനസ്സ വാച കർമ്മണ സരളതയും അതേപോലെ സഹനശീലതയും. യഹ് ദോനും ആവശ്യക്ക്. ഇത് രണ്ടും ആവശ്യമാണ്. സരളതയും വേണം, സഹനശീലതയും വേണം. അത് മനസ്സ വാച കർമ്മണ വേണം. അഗർ സരളത ഹേ സഹനശീലത നഹി തോ ഭി ശ്രേഷ്ഠ നഹി. സരളതയുണ്ട്, സഹനശീലത ഇല്ല എങ്കിലും ശ്രേഷ്ഠമാകുകയില്ല എന്ന്. ഇസ്ലിയെ സരളത ഔർ സഹനശീലത ദോനും സാസാത് ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളും ഒപ്പം വേണം, സരളതയും സഹനശീലതയും. അഗർ സഹനശീലത കെ ബിന സരളത ആ ജാത്തി ഹേ തോ ഭോലേപ്പൻ കഹാ ജാത്ത ഹൈ. സഹനശീലത ഇല്ലാതെ സരളത വരികയാണെങ്കിൽ പറയും പാവമാണെന്ന് പറയും, ഇന്നസെൻ്റ് ആണെന്ന് പറയും, നിഷ്കളങ്കരാണെന്ന് പറയും. सरलता के साथ सहनशीलता है तो शक्ति स्वरूप कहा जाता है. സരളതയോടൊപ്പം സഹനശീലതയുണ്ട് എങ്കിൽ ശക്തി സ്വരൂപം എന്ന് പറയും. ശക്തിയോമേ സരളത और സഹനശീലത दोनों ही गुण चाहिए. അപ്പോൾ ശക്തികളിൽ വേണ്ടത് ഈ രണ്ട് ഗുണങ്ങളാണ്. അതായത് ഒന്ന് സരളതയും അടുത്തത് സഹനശീലതയും. अभी की रिजल्ट में यही देखते हैं कि कहाँ सहनशीलता अधिक है कहाँ सरलता अधिक है. അപ്പോൾ ഇപ്പോഴത്തെ റിസൾട്ട് കുട്ടികളുടെ നോക്കുമ്പോൾ ബാബു പറയാണ് ചില ഭാഗത്ത് കുട്ടികൾ കൂടുതൽ സഹനശീലത കാണിക്കുന്നുണ്ടെന്ന്, പിന്നെ ചിലപ്പോൾ നോക്കുമ്പോൾ ചില ഭാഗത്ത് കൂടുതൽ സരളതയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ദോനോങ്കോ സമാൻ ബനാനായ. ഇപ്പോൾ ഇനി ചെയ്യേണ്ട പുരുഷാർത്ഥം ഇതാണ്, രണ്ടും സമാനമാകണം. സരളതയും സഹനശീലതയും സമാനതയിൽ വരണം. മധുരതാവി ചെയ്. പിന്നെ കുട്ടികളിൽ നല്ല മധുരതയും കൂടി വേണം. ശക്തി രൂപവി ചാഹിയെ. ശക്തി രൂപമാകണം. ദേവിയൊക്കെ ചിത്ര ബഹുത്ത് ദേഖ്തേ ഹേ തോ ഉൻമേ ക്യാ ദേഖാ ഹൈ. ദേവിമാരുടെ ചിത്രമൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചിത്രങ്ങളിൽ എന്താ കണ്ടിട്ടുള്ളത്? ജിത്തന ജ്വാല ഉത്തനി ശീതളത. എത്രമാത്രം ജ്വാലയുണ്ടോ ശക്തിയുണ്ടോ അത്രയും ശീതളതയും രണ്ടും കാണുന്നുണ്ടോ ദേവിമാരുടെ ചിത്രങ്ങളിൽ. കർത്തവ്യ ജ്വാലാക്കാഹേ. ചെയ്യുന്ന കർത്തവ്യം ജ്വാലാരൂപത്തിൻ്റേതാണ്. സൂരത് ശീതളതാക്കി ഹേ. മുഖം ശീതളതയുടേതാണ്. യഹ് ഹേ അന്തിം സ്വരൂപ്. ഇതാണ് നമ്മുടെ അന്തിമ സ്വരൂപം എന്ന് ബാബ പറയുകയാണ്. എല്ലാം ബാലൻസ് ചെയ്ത് വേണമെന്നാണ് ബാബ പറയുന്നത്. സരളതയും വേണം, സഹനശീലതയും വേണം, പിന്നെ ബാബ പറയാണ് ജ്വാലാസ്വരൂപവും വേണം, ശീതളതയും വേണം, എല്ലാം സമാനതയിൽ വേണം. ഇത് തന്നെയാണ് നമ്മുടെ അന്തിമ സ്വരൂപം. ജൈസെ ബുദ്ധി സെ ഛോട്ടാ ബിന്ദു ഖിസക് ജാത്താ ഹൈ. അപ്പോൾ ബാബുവിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഈ ചെറിയ ബിന്ദുവെ കൂടെ തെന്നിപ്പോകാറുണ്ട്, വഴുതി പോകുന്നുണ്ട് എന്ന്. ഐസേ ഹി ഛോട്ടാ ബിന്ദു ബി ഹാത്ത് സെ ഖിസക് ജാത്താ ഹൈ. അതേപോലെ ഈ ചെറിയ ബിന്ദു കയ്യിൽ നിന്നങ്ങ് വഴുതി പോവുകയാണ്. ജിത്തന അപ്പനെ ദേഹ് സെ ന്യാരേ രഹേങ്കി ഉത്തന സമയ ബാത്ത് സെ ന്യാരേ ഭി രഹേ. എത്രമാത്രം നമ്മൾ ദേഹത്തിൽ നിന്ന് ഉപരിയാകുന്നുണ്ടോ അത്രയും സമയം കാര്യങ്ങളിൽ നിന്നും വേറെയാകും. ജൈസെ വസ്ത്ര ഉത്താർന ഓർ പഹന്ന സഹജ് ഹൈ കി മുഷ്കിൽ ഹൈ. അപ്പോൾ ബാബ ചോദിക്കുക, ഡ്രസ്സ് നമ്മൾ മാറുന്നതും ഇടുന്നതും ഒക്കെ സഹജമായിട്ടാണോ തോന്നുന്നത് അതോ പ്രയാസമായിട്ടാണോ? വസ്ത്രം മാറുന്നതും പിന്നെ വസ്ത്രം ധരിക്കുന്നതും അത് ഈസിയാണല്ലോ. അതാ ബാബ പറയുന്നത്. ഇസ് രീതി ന്യാരേ ഹോങ്കെ तो शरीर के भान में आना, शरीर के भान से निकलना यह भी ऐसा लगेगा. അപ്പോൾ ഈ രീതിയിൽ വേറിടുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ബോധത്തിൽ വരിക, ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് ഉപരിയാകുക, ഇതും അങ്ങനെയായി തീരും എന്ന് ബാബ പറയുകയാണ്. അഭി അഭി ശരീർ കാ വസ്ത്ര ധാരൺ കിയ അഭി അഭി ഉത്താര.
ഇപ്പോഴിപ്പോഴ് ശരീരത്തിൻ്റെ വസ്ത്രം ധാരണ ചെയ്തു ഇപ്പോഴിപ്പോഴതിനെ അഴിച്ചു മാറ്റുന്നു. മുഖ്യ പുരുഷാർത്ഥ ആജീസ് വിശേഷ ബാത്ത് പർ കർണ ഹൈ. മുഖ്യമായിട്ടുള്ള പുരുഷാർത്ഥം വിശേഷിച്ച് ഈ കാര്യത്തിൽ ചെയ്യണം. അതായത് ആത്മാവ് തൻ്റെ വസ്ത്രം ശരീരത്തെ മാറ്റുന്നത് വളരെ സഹജമായിട്ടുള്ള ഫീലിങ്സ് ആകണം. ഏതുപോലെ സ്ഥൂലമായ ശരീരത്തിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലെ. ജബ് യഹ് മുഖ്യ പുരുഷാർത്ഥ കരേങ്കി തബ് മുഖ്യ രത്നോമേ ആയെങ്കിൽ. എപ്പോഴാണോ ഈ മുഖ്യമായ പുരുഷാർത്ഥം ചെയ്യുന്നത് അപ്പോൾ മുഖ്യമായ രത്നങ്ങളിൽ വരും. ദേഹത്തിൽ നിന്ന് വേറിടുന്ന പുരുഷാർത്ഥം. യഹ് ബിന്ദി ലഗാന കിത്തന സഹജ് ഹെ. ഈ ബിന്ദു ഇടാൻ എത്ര എളുപ്പമാണ്. ഐസേ ഹി ബിന്ദി രൂപ ഹോ ജാന സഹജ്. ഇപ്പോൾ സാധാരണ ബിന്ദു ഇടുക തിലക ഇടുക വളരെ എളുപ്പമാണല്ലോ. അതേപോലെ തന്നെ തൻ്റെ ബിന്ദു രൂപ സ്ഥിതിയിൽ വരുന്നതും അത്രയും തന്നെ സഹജമാകണം. ബ്രാഹ്മണോं की लेन देन कौन सी होती है. ബ്രാഹ്മണരുടെ കൊടുക്കൽ വാങ്ങൽ ഏതാണ്? സ്നേഹ് ലേന ഔർ സ്നേഹ് ദേന. സ്നേഹം എടുക്കുക സ്നേഹം കൊടുക്കുക. ഇതാണ് ബ്രാഹ്മണരുടെ കൊടുക്കൽ വാങ്ങൽ. സ്നേഹ് ദേനേസേ ഹി സ്നേഹ് മിൽത്ത ഹൈ. സ്നേഹം കൊടുക്കുന്നതിലൂടെയാണ് സ്നേഹം കിട്ടുന്നത്. സ്നേഹ് കെ ദേനെ ലേനെ സേ ബാപ് കാ സ്നേഹ് ഭി ലേത്തെ ഔർ ഐസേ ഹി സ്നേഹി സമീപ് ഹോത്തെ. അപ്പോൾ സ്നേഹം ബാബയുടെ സ്നേഹം എടുക്കുകയും അതേപോലെ തന്നെ സ്നേഹി സമീപമാകുകയും ചെയ്യും. അപ്പം ബാബ പറയാണ് ബാബയുടെ സ്നേഹവും എടുത്ത് അങ്ങനെ തന്നെയുള്ള സ്നേഹികൾ ബാബയുടെ സമീപമാകും. സ്നേഹ് വാലെ ദൂർ ഹോത്തേ ഭി സമീപ്. സ്നേഹമുള്ളവർ ദൂരെയാണെങ്കിലും സമീപത്താണ്. ബാപ് ദാദാ കെ സമീപ് ആനെ ലിയെ സ്നേഹ് കി ലേൻ ദേൻ കർക്കെ സമീപാനായ. ബാപ്ദാദയുടെ സമീപത്ത് വരുന്നതിന് വേണ്ടി സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ ചെയ്ത് സമീപം വരണം. സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ ചെയ്യണം എന്ന് ബാബ പറയുകയാണ്. ഇസ് ലേൻ ദേൻമേ രാത്ത് ദിൻ ബിത്താനായി. ഈ കൊടുക്കൽ വാങ്ങലിലാണ് രാത്രിയും പകലും നമ്മൾ ചിലവഴിക്കേണ്ടത്. സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. യഹി ബ്രാഹ്മണോं का कर्तव्य है तो ब्राह्मणों का लक्षण भी है. ഇത് തന്നെയാണ് ബ്രാഹ്മണരുടെ കർത്തവ്യം. ഇത് തന്നെയാണ് ബ്രാഹ്മണരുടെ ലക്ഷണം. അതായത് സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. സ്നേഹി ബന്നേലിയെ ക്യാ കർനാ പടേഗ. സ്നേഹിയാകുന്നതിന് എന്ത് ചെയ്യേണ്ടി വരും? ജിത്തന ജോ വിദേഹി ഹോങ്ക ഉത്തന വോ സ്നേഹി ഹോങ്ക. ആര് എത്രമാത്രം വിദേഹിയാകുന്നു അത്രയും അവർ സ്നേഹിയാകും. तो विदेही बनना अर्थात स्नेही बनना, क्योंकि बाप विदेही है ना. അപ്പോൾ വിദേഹിയാകുക അർത്ഥം സ്നേഹിയാകുക. എന്തുകൊണ്ടെന്നാൽ ബാബ വിദേഹിയാണല്ലോ. ഐസേ ഹി ദേഹുമേ രഹത്തെ വിദേഹി രഹിനെ വാലെ സർവക്കെ സ്നേഹി ഹോത്തെ. അപ്പോൾ അതേപോലെ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് വിദേഹിയാകുന്നവർ സർവരുടെയും സ്നേഹിയായിത്തീരും. യഹി നോട്ട് കർണ ഹെ കിത്തന വിദേഹി രഹത്തെ. അപ്പോൾ ബാബന ഇത് തന്നെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. എത്ര സമയം വിദേഹി അവസ്ഥയിലിരിക്കുന്നുണ്ട്. ഐസാ ശ്രേഷ്ഠ സൗഭാഗ്യ കബ് സ്വപ്നമേ ഭീ ഥാ. ഇത്രയും ശ്രേഷ്ഠമായ സൗഭാഗ്യം സ്വപ്നത്തിലെങ്കിലും ഉണ്ടായിരുന്നോ, ചിന്തിച്ചിരുന്നോ? तो जैसे यह स्वप्न में भी संकल्प नहीं था ऐसे ही जो भी कमजोरियां हैं उनका भी स्वप्न में संकल्प नहीं रहना चाहिए. അപ്പം ഏതുപോലെ ഭഗവാനെ കിട്ടുക, ഭഗവാൻ പറയുന്ന ആദേശമനുസരിച്ച് ജീവിച്ച് അതിന് വിദേഹിയായി തീരുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും സങ്കല്പം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതേപോലെ തന്നെ തന്നിൽ ഏതെല്ലാം കുറവുകളാണോ ഉള്ളത് അതിൻ്റെയും സങ്കല്പം സ്വപ്നത്തിൽ പോലും വരാൻ പാടില്ല. തന്നിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സങ്കല്പം വരാൻ പാടില്ല എന്ന് ബാബ നമ്മളെ ഉപദേശിക്കുകയാണ്. ഓം ശാന്തി.